ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു തൊട്ടിൽ തയ്ക്കാൻ, അതിന് പ്രത്യേകിച്ച് അളവെടുത്ത് വെട്ടാനൊന്നുമില്ല. ഒരു 1.5 മീറ്റർ നീളം, അതിനകത്ത് കയ്യിലേക്ക് ആവശ്യത്തിന് ഉള്ള ആ വീതി വെട്ടി മാറ്റിയൊന്നും വേണ്ട. നീളം 1.5 മീറ്റർ മതി. ആ 1.5 മീറ്റർ നീളത്തിൽ മുറിച്ചെടുത്താൽ മതി. ഇതേപോലുള്ള കൈലിയാണ് നല്ലത്. കോട്ടൺ കൈലി ആയിരിക്കണം, പോളിസ്റ്റർ ആയിരിക്കരുത്. കുഞ്ഞുങ്ങളെ കിടത്താൻ വേണ്ടിയാണ്, അവർക്ക് ചൂടെടുക്കുന്ന പോളിസ്റ്റർ കൈലി ആയിരിക്കരുത്. ഇത് ശംഖുമാർക്ക് കൈലിയാണ്. ഇതേപോലെ ഒരു കൈലി, അത് 1.5 മീറ്റർ നീളം, വീതി അതിനകത്തുള്ളത് കണക്കാം. ഈ പ്ലേറ്റ് 2 സൈഡും പ്ലേറ്റ് ഇട്ട് വട്ട അടിച്ചാണ് ഇത് തയ്ക്കുന്നത്. ഈ വീതി ഭാഗമാണ് പ്ലേറ്റ് ഇടേണ്ടത്. 2 സൈഡും പ്ലേറ്റ് ഇട്ട് കഴിഞ്ഞ് ഇനി അത് പട്ട വെച്ച് പിടിപ്പിക്കണം. പട്ട വെച്ച് പിടിപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കൊളുത്തിടാനായിട്ട് അല്ലെങ്കിൽ അത് തൂക്കി ഇടാനായിട്ട് ഇതേപോലെ കുറച്ച് ഭാഗം വേണം. അത് മാറ്റിയിട്ട് വേണം നമ്മൾ പട്ട വെച്ച് പിടിപ്പിക്കാൻ. ഈ പോർഷൻ ഒരു 2.5 ഇഞ്ച്, ഒരു 2.5 ഇഞ്ചോളം നീളത്തിൽ മാറ്റിയിട്ടിട്ട് വേണം പട്ട വെച്ച് പിടിപ്പിക്കാൻ. 2 സൈഡും ഒരു 2 ഇഞ്ചോളം മാറ്റിയിട്ടാൽ മതി. ഒരു 2 ഇഞ്ച് വീതം മാറ്റിയിട്ടിട്ട് വേണം പട്ട വെച്ച് പിടിപ്പിക്കാൻ. രണ്ട് സൈഡും പട്ട വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ് ഇത് ഇങ്ങനെ അടക്കി തയ്ക്കും. നല്ലതുപോലെ തയ്ക്കണം, ഇളവി പോകാത്ത രീതിയിൽ നല്ല വൃത്തിയായിട്ട് തയ്ക്കണം. കുട്ടിയെ കിടത്താനുള്ള തൊട്ടിയാണ്, അത് പൊട്ടി വീഴരുത്. ആ രീതിയിൽ ബലം ആയിട്ട് തയ്ക്കണം. ഇവിടെ തൊട്ടി തയ്ച്ച് കഴിഞ്ഞു. ഇതിന് ആവശ്യമുള്ളത് ഒരു പിടിയാണ്, അത് തൊട്ടിക്കൊമ്പെന്ന് പറയും. അത് പിടിച്ച് കുട്ടിയെ ആട്ടുന്നതിന് വേണ്ടിയുള്ളതാണ്. അതേപോലെ തന്നെ കയർ കെട്ടിയിടാനുള്ള ചരടും വേണം. ഇതിൻ്റെ മെഷീനിൽ വർക്കെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. പണ്ടൊക്കെ നമ്മൾ വെള്ളം കോരുന്ന തൊട്ടിയുടെ ആ വളയം ആണ് ഇവിടെ കൊളുത്തി ഇട്ടിട്ട് അതിലായിരുന്നു കയർ കെട്ടുന്നത്. പണ്ട് ഈ പൈപ്പൊക്കെ ഇല്ലാത്തത് കാരണം മിക്കവാറും വീടുകളിൽ തൊട്ടി അത് ചെവിട് പോകുന്നതനുസരിച്ച് ഈ വെള്ളം കോരി ചെവിട് പോകും. ചെവിട് പോകുന്നതനുസരിച്ച്
തൊട്ടി പുതിയത് മേടിക്കാൻ. അപ്പോൾ പഴയ തൊട്ടിയുടെ വളയം എടുത്തായിരുന്നു ഇതിനകത്തൂടെ ഇട്ടിട്ട് അതിനകത്തായിരുന്നു നമ്മൾ ചരട് കെട്ടി തൊട്ടി കെട്ടുന്നത്. എന്നിട്ട് നടുക്ക് ഒരു പിടിയും, തൊട്ടിക്കമ്പെന്ന് പറയാം, ഇത് പിടിച്ചാട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു പിടി നടുക്ക് ആ കയറിനകത്ത് കുരുത്തിടും. കുട്ടികൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങുന്നതിന് ഈ തൊട്ടിയാണ് നല്ലത്. ഒതുങ്ങി കിടന്ന് ഉറങ്ങാൻ തെറിച്ച് വീഴത്തതുമില്ല. കുഞ്ഞുങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങും. ഇതിൽ പിടിച്ചെഴുന്നേൽക്കാനും ഒന്നും സാധിക്കത്തില്ല. ഇതുപോലുള്ള തുണിത്തൊട്ടികളാണ് കുഞ്ഞുങ്ങളെ കിടത്താൻ ഉത്തമം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക.